എടാ സുധാകരനളിയ, ഞാനൊരു പട്ടാളത്തിന് പോയാലോ എന്ന് ആലോചിക്കുക. ഡാ ഏട്ടാ, അളക്കൊക്കെ ഭ്രാന്താടാ. ഡാ രാജപ്പ, ഇങ്ങോട്ട് വാ, നമ്മുടെ ദിവാകരനെ ഭ്രാന്തായി. പോടാ, എനിക്ക് ഭ്രാന്തായിട്ടൊന്നുമില്ല, അണക്കാണ് ഭ്രാന്ത്. പോടാ. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താടാ ദിവാകര, അനക്ക് ഭ്രാന്തായ? എന്നാ വാ, നമുക്ക് ഭ്രാന്താശുപത്രിയിൽ പോവാം. എടാ, അനക്ക് ഭ്രാന്താവാനുള്ള ഒരേ ഒരു കാര്യം പറ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എടാ, എനിക്ക് ആക്ച്വലി ഭ്രാന്തൊന്നും ഇല്ല. ആ പൊട്ടൻ സുധാകരൻ വെറുതെ പറയാണ്. ഒന്ന് പോടവില്ലേ, ഞാൻ വെറുതെ പറയുന്നതല്ല. എടാ രാജപ്പ, ഈ ദിവാകരൻ പറയാണ് ഓന് പട്ടാളമാണെന്ന്. ഈ പട്ടാളത്തിനൊന്നും പോകണ്ട. നീ പട്ടാളത്തിന് പോയാലേ, എടാ പൊട്ട, പട്ടാളത്തിൽ പോയാലേ ഭയങ്കര പാടാടാ. അപ്പുറത്തെ രാജ്യക്കാരൊക്കെ അങ്ങോട്ട് വരും. ഈ അവരൊക്കെ വെടിവെച്ച് കൊല്ലുമ്പോഴേക്കും അവർ നിന്നെ വെടിവെച്ച് കൊല്ലും. വെറുതെ മരിക്കണോ? ആ സമയം നമുക്കിവിടെ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ വെറുതെ ഇരിക്കാം, നമുക്കങ്ങ് സുഖിക്കാം. അങ്ങനെ പട്ടാളൊന്നും ആവണ്ട കേട്ടോ, ഭയങ്കര പാടാ. പട്ടാളം അത്രയ്ക്കൊക്കെ പാടാ? ഞാൻ വിചാരിച്ചു അപ്പുറത്തെ രാജ്യക്കാരെ വെടിവെച്ച് കൊന്നാൽ മതിയെന്ന്. നീ അവരെ വെടിവെക്കാൻ നോക്കിയാൽ അവർ നിന്നെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. നിനക്ക് മരിക്കണമെങ്കിൽ പോയിക്കോ, ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നോ. അയ്യോ, എനിക്ക് മരിക്കണ്ട, എനിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിച്ചാൽ മതി. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണല്ലേ? എടാ രാജപ്പ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ പോലീസിൽ കയറിയാലോ? എന്നിട്ട് നിങ്ങളെ എല്ലാവരും ഞാൻ വെടിവെച്ച് കൊല്ലും. ഡാ രാജപ്പ, നോക്കടാ, സുധാകരന് ഭയങ്കര കുരുട്ട് ബുദ്ധി. അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. വെറുതെ വിട്ടാൽ നീ എന്തോന്നും ചെയ്യടാ ഭ്രാന്തൻ ദിവാകര. എന്നെ ഒരുമാതിരി ഭ്രാന്തെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, നീ ഇടിച്ച് പഞ്ചറാക്കും. ഒന്ന് പോടവില്ലേ. അയ്യോ, ഞാൻ പുല്ലല്ല കേട്ടോ, അപ്പുറത്തൊരു പാടമുണ്ട്, ആ പാടത്ത് നിറച്ച് പുല്ല. നീ അവിടെ പോയിട്ട് പുല്ല് തിന്നോ? അല്ല പിന്നെ. അയ്യോ തമാശ, നീ ഇങ്ങനെ തമാശ പറഞ്ഞിരുന്നോടാ കുട്ടിയോളുടെ പോലെ. എടാ, നീ മുതുക്കനാടാ മുതുക്കൻ. 45 വയസ്സായിട്ടും തമാശ പറയാൻ വന്നേക്കുന്നു. നാണല്ലാലോടാ എനക്ക്. എനിക്കെന്തായാലും നിന്നെക്കാട്ടിലും നാണുണ്ട്. ഒന്ന് പോടാ. ഒന്ന് നിർത്തുണ്ടോ രണ്ടെണ്ണം കൂടിയിട്ട്? എൻ്റെ ചെവിക്കല്ല് അടിച്ചു പോയി. നിങ്ങൾ അടികൂടലെ നിർത്തില്ലാലോ? എന്നാ പിടിച്ചോ എൻ്റെ ഗണ്ണിൻ്റെ പവർ. എൻ്റെ അപ്പച്ചി, അയ്യോ രണ്ടുപേരും അങ്ങനെ ചത്തു. നിങ്ങൾ കളിച്ചത് ഈ സ്ട്രോങ്ങസ്റ്റ് രാജപ്പനോടാണ്. രാജപ്പനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും.